ദേവാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറെ അപമാനിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CPIയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. ഭരണഘടനാ ശില്പി ഭീംറാവു അംബേദ്കറെ അപമാനിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി ടൗണിൽ CPI പന്തം കൊളുത്തി പ്രകടനം നടത്തി. വടക്കാഞ്ചേരിയിൽ നിന്നും ആരംഭിച്ച് ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രകടനം അവസാനിച്ചു. തുടർന്ന് ചേർന്ന യോഗം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം EM സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഭരണഘടനയോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. 1949 നവംബർ മാസം 26-ാം തീയതി ഭരണഘടന സ്ഥാപിതമായതിനു ശേഷം ഈ ഭരണഘടനയെ നിരന്തരമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളാണ് സംഘപരിവാർ എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റിൽ ഭരണഘടനയെക്കുറിച്ചൊരു ചർച്ച നടത്താൻ അവർ തയ്യാറായിരുന്നില്ല. പക്ഷേ പ്രതിപക്ഷം നിരന്തരമായി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യാ സഖ്യവും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ചകൾ നടന്നത് എന്ന് നിങ്ങൾക്കറിയാം. ആ ചർച്ചകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അവിടെ പ്രതിപക്ഷവും ഇന്ത്യാ സഖ്യം നേതാക്കന്മാരും മുന്നോട്ട് വെച്ച ഭരണഘടനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും BJPയുടെ 10 വർഷക്കാലമായുള്ള ഭരണത്തിൽ ഭരണഘടന എങ്ങനെ ദുർവിനിയോഗം ചെയ്യപ്പെടുന്നതിനെ സംബന്ധിച്ചും വിശദമായ ചർച്ചകൾ നടക്കുകയുണ്ടായി. ആ ചർച്ചകളെക്കുറിച്ചൊന്നും പരാമർശിക്കാതെ അതിനുള്ള മറുപടി എന്നുള്ള നിലയിൽ പ്രധാനമന്ത്രി അനാവശ്യമായ വർത്തമാനങ്ങളാണ് അവിടെ അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ. അദ്ദേഹം രാജ്യസഭയിൽ തൻ്റെ പ്രസംഗത്തിനിടയിൽ പറഞ്ഞത്, എന്തിനാണ് നിങ്ങൾ ഈ അംബേദ്കറെ കുറിച്ച് സംസാരിക്കുന്നത്? അംബേദ്കർ എന്ന് പറയുന്നതിന് പകരം ഭഗവാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ പുണ്യം കിട്ടില്ലേ എന്നാണ് മഹാനായ അംബേദ്കറെ അധിക്ഷേപിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീമാൻ അമിത് ഷാ അവിടെ അദ്ദേഹത്തെ അപമാനിച്ച് പ്രസംഗം നടത്തിയത്. ഇത്തരം നിലപാടുകൾ സംഘപരിവാർ എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണ്. അവർ മതരാഷ്ട്രവാദികളാണ്. അവർ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നവരല്ല. അവർ മതേതരത്വത്തെ അംഗീകരിക്കുന്നവരല്ല. അവർ പൗരസ്വാതന്ത്ര്യങ്ങൾ അംഗീകരിക്കുന്നവരല്ല. അവർ സ്വാതന്ത്ര്യം എന്ന സങ്കല്പനം അംഗീകരിക്കുന്നവരല്ല. മനുസ്മൃതിയായിരിക്കണം ഇന്ത്യയുടെ ഭരണഘടന എന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയ ശക്തികൾ. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി AR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MR സോമനാരായണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ലിനി ഷാജി, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രകടനത്തിന് PV സുധീർ, EN ശശി, VG രാജൻ, AR റെജിരാജ്, BK ഹരിനാരായണൻ, PN ഹരിദാസൻ, KP തോമസ്, CPI മണ്ഡലം സെക്രട്ടറി MU കബീർ, ലോക്കൽ സെക്രട്ടറി MA വേലായുധൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. VCV ന്യൂസ്, വടക്കാഞ്ചേരി. You are watching VCV News.